ഹായ്, നമസ്കാരം. ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയുടെ കണ്ടിന്യൂവേഷനാണ്. രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവുള്ളൂ. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഫൈൻ സ്ട്രക്ചർ ആൻഡ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഫൈൻ സ്ട്രക്ചറും ഹൈപ്പർ ഫൈൻ സ്ട്രക്ചറും. ഇപ്പോൾ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ദ മെയിൻ സ്പെക്ട്രൽ ലൈൻ ഇൻറ്റു 2 or more കമ്പോണൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ബാൻഡ് പോലെ അല്ലെങ്കിൽ എനർജി ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എനർജി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ഫോർബിഡൻ ഗ്യാപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലുള്ള ആ ഒരു സ്പെക്ട്രൽ ലൈൻ നമുക്ക് ആ എനർജിയുടെ ട്രാൻസിഷൻ നടന്ന ആ ഒരു പർട്ടിക്കുലർ സ്പെക്ട്രം എന്ന് പറയുന്നതിനെ, ആ സ്പെക്ട്രൽ ലൈനിനെ രണ്ടോ അതിലധികമോ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണാൻ പറ്റും. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ദി മെയിൻ സ്പെക്ട്രൽ ലൈൻ ഇൻറ്റു 2 or more കമ്പോണൻസ്. ഒന്നോ അതിലധികമോ കമ്പോണൻറ്റുകളായിട്ട് ആ മെയിൻ സ്പെക്ട്രൽ ലൈനിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ഓഫ് ദ ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ വിത്ത് ദ ക്വാണ്ടം മെക്കാനിക്കൽ സ്പിൻ ഓഫ് ദി ഇലക്ട്രോൺ. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്ന ഫൈൻ സ്ട്രക്ചറിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ഓഫ് ദി ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ മോഷനും അതുപോലെ തന്നെ വിത്ത് ദ ക്വാണ്ടം മെക്കാനിക്കൽ സ്പിൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന് സ്വയമേ സ്പിൻ ചെയ്യുന്നുണ്ട്. സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ സ്പിന്നിങ്ങും അതുപോലെ തന്നെ ആ ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണമാണ് ഈ പറയുന്ന ഫൈൻ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. സ്പിൻ ഓഫ് ദി ഇലക്ട്രോൺ ഇൻട്രാക്ട് വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇലക്ട്രോൺസ് റൊട്ടേഷൻ അബൌട്ട് ദ ന്യൂക്ലിയസ് ടു ജനറേറ്റ് ദ ഫൈൻ സ്ട്രക്ചർ. ഇതേ കാര്യം കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുക. സ്പിൻ, ഇലക്ട്രോണിൻ്റെ സ്പിന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോൺ റൊട്ടേഷൻ, ഈ ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്? ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റിലൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രോണിൻ്റെ സ്പിന്നും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണമാണ് ഫൈൻ സ്ട്രക്ചർ ഉണ്ടാകുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഫൈൻ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാവണം, ഫൈൻ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാകുന്നു എന്നും മനസ്സിലാവണം. ഈ സ്പ്ലിറ്റിംഗ് ഓഫ് മെയിൻ സ്പെക്ട്രൽ ലൈൻ ഇൻറ്റു 2 or more കമ്പോണൻസ് ആണ് ഫൈൻ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഈ സ്പ്ലിറ്റിംഗ് എത്രത്തോളം ഉണ്ട്, അതായത് എമൗണ്ട് ഓഫ് സ്പ്ലിറ്റിംഗ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഡൈമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എത്രത്തോളം ഈ സ്പ്ലിറ്റിംഗ് ഉണ്ടെന്ന് കാണിക്കാൻ ഒരു ഡൈമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനാണ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ ആൽഫ ഈക്വൽ ടു E² / 2ε0 hc എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കതിനെ കാണിക്കാൻ പറ്റും. നിയർലി ഈക്വൽ ടു എത്രയാണ്? 1/137 എന്നുള്ളൊരു ആൻസറൊക്കെയാണ് നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ആദ്യം ഒരു ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം എമൗണ്ട് ഓഫ് സ്പ്ലിറ്റിംഗ് ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണിക്കാൻ പറ്റും. ഇനി ഇൻ ദ ആറ്റംസ് ഓഫ് ആൽക്കലി മെറ്റൽസ് സച്ച് ആസ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ദർ ആർ 2 കമ്പോണൻസ് ഓഫ് ഫൈൻ സ്ട്രക്ചർ കോൾഡ് ഡബിളറ്റ്സ്. അപ്പോൾ എങ്ങനെയുള്ള ആൽക്കലി മെറ്റലുകളായിട്ടുള്ള സോഡിയമോ പൊട്ടാസ്യമോ പോലുള്ളതിനകത്ത് ഇത്തരത്തിൽ 2 കമ്പോണൻസ്, ഒരു ഫൈൻ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 കമ്പോണൻസ് കാണും. അതിനാണ് ഡബിളറ്റ്സ് നമ്മൾ പറയുന്നത്. വയലിൻ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് നമുക്കറിയാം. ആൽക്കലി മെറ്റൽസ് ഉണ്ട്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഉണ്ട്. ദർ ആർ 3 കമ്പോണൻസ് ഓഫ് ഫൈൻ സ്ട്രക്ചർ. അവർക്ക് 3 കമ്പോണൻസ് ഉണ്ട്. അതിനെ ട്രിപ്ലറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഡബിളറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈൻ സ്ട്രക്ചറിന് 2 കമ്പോണൻസ് ഉള്ള പൊട്ടാസ്യവും സോഡിയം പോലുള്ള ആൽക്കലി മെറ്റൽസിനുള്ള സ്ട്രക്ചറാണ്, അതിൻ്റെ ഫൈൻ സ്ട്രക്ചറാണ് ഡബിളറ്റ്സ് എന്നറിയപ്പെടുന്നത്. ട്രിപ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കലൈൻ എർത്ത് പോലുള്ളതിനകത്ത് ഫൈൻ സ്ട്രക്ചർ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ടായിരിക്കും. അതിനെയാണ് ട്രിപ്ലറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫൈൻ സ്ട്രക്ചറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലായല്ലോ. ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകണം. ഇനി ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഉണ്ട്. എന്താണ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ എന്ന് നോക്കാം. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് എ സ്പെക്ട്രൽ ലൈൻ ഇൻറ്റു എ നമ്പർ ഓഫ് കമ്പോണൻസ്. 2 or more എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞെങ്കിൽ, നമ്പർ ഓഫ് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹൈപ്പർ കൂടിയ സാധനം അവിടെ നിന്ന് തന്നെ വായിക്കുമ്പോൾ നമുക്കറിയാം. മറ്റേ ഫൈനാണ്, ഇത് ഹൈപ്പർ ഫൈനാണ്. അപ്പോൾ എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് കനോട്ട് ബി ഒബ്സർവ്ഡ് ത്രൂ ആൻ ഓർഡിനറി സ്പെക്ട്രോസ്കോപ്പ്. സാധാരണ സ്പെക്ട്രോസ്കോപ്പുകളിലൂടെ ഒന്നും, സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഈ സ്പെക്ട്രത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. സാധാരണ സ്പെക്ട്രോസ്കോപ്പുകളിലൂടെ ഒന്നും നമുക്ക് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിങ്ങിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ക്യാൻ ബി ഒബ്സർവ്ഡ് വിത്ത് ദ എയ്ഡ് ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഡിവൈസ് കോൾഡ് ഇൻ്റർഫെറോമീറ്റർ. ഇൻ്റർഫെറോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചറിനെ കാണുന്നത്. ഓർത്തിരുന്നോണേ, ഇൻ്റർഫെറോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചറിനെ നമുക്ക് കാണാൻ സാധിക്കുക. ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ഈസ് ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സ്പിൻ ഓഫ് ദ ന്യൂക്ലിയൈ ആൻഡ് ദ സ്പിൻ ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. അപ്പം നേരത്തെ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ തന്നെ സ്പിന്നിങ്ങും ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ മോഷനിലുള്ള
ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് കാരണം? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സ്പിൻ ഓഫ് ദി ന്യൂക്ലിയൈ ആൻഡ് സ്പിൻ ഓഫ് ദി ഇലക്ട്രോൺ. ന്യൂക്ലിയയുടെ സ്പിന്നും ഇലക്ട്രോണിൻ്റെ സ്പിന്നും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണമാണ് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ഉണ്ടാവുന്നത് എന്ന് ഓർത്തിരിക്കുക. ഫോർ ന്യൂക്ലിയൈ ഓഫ് ഈവൻ ആറ്റോമിക് നമ്പർ ആൻഡ് ഈവൻ മാസ് നമ്പർ, ഈവൻ ആറ്റോമിക് നമ്പറും ഈവൻ മാസ് നമ്പറും ഉള്ള ന്യൂക്ലിയയുടെ കേസിൽ ടോട്ടൽ സ്പിൻ ഓഫ് ദി ന്യൂക്ലിയൈ ഈസ് 0. അപ്പോൾ എങ്ങനെയാണ്? ഈവൻ ആറ്റോമിക് നമ്പറും ഈവൻ മാസ് നമ്പറും, ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ എന്താണെന്ന് ആറ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസാണ്, ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നതാണ്, മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയുള്ള ഈവൻ ആറ്റോമിക് നമ്പറും ഈവൻ മാസ് നമ്പറും ഉള്ള ഒരു ന്യൂക്ലിയൈ എടുത്താൽ അതിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ടോട്ടൽ സ്പിൻ ഓഫ് ദി ന്യൂക്ലിയൈ 0. ഫോർ ന്യൂക്ലിയൈ ഓഫ് ഈവൻ ആറ്റോമിക് നമ്പർ ആൻഡ് ഈവൻ മാസ് നമ്പർ ടോട്ടൽ സ്പിൻ ഓഫ് ദി ന്യൂക്ലിയൈ ഈസ് 0. ദാസ് എക്സിബിറ്റിംഗ് നോ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഇൻ ദെയർ സ്പെക്ട്രൽ ലൈൻ. അപ്പോൾ അത്തരത്തിലുള്ള ഈവൻ മാസ് നമ്പറും ഈവൻ ആറ്റോമിക് നമ്പറും ഉള്ള ടോട്ടൽ സ്പിൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് 0 ആയിട്ടുള്ള അത്തരത്തിലുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂക്ലിയസ് ഈ പറയുന്ന ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ കാണിക്കില്ല. നോ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഇൻ സ്പെക്ട്രൽ ലൈൻസ്. ഇനി ദ സ്പെക്ട്ര ഓഫ് അതർ ന്യൂക്ലിയൈ ഹാവിങ് നോൺ സീറോ സ്പിന്നിങ്ങുള്ള മറ്റു ന്യൂക്ലിയസിന് ഡു എക്സിബിറ്റ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ. അവർ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ കാണിക്കും അവരുടെ സ്പെക്ട്രൽ ലൈനിൽ. ബൈ ഒബ്സർവിങ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഇറ്റ് ഈസ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ന്യൂക്ലിയർ സ്പിൻ. അപ്പോൾ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ഒബ്സർവ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂക്ലിയർ സ്പിന്നിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ന്യൂക്ലിയർ സ്പിന്ന് അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ സ്പിന്ന് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഫൈൻ സ്ട്രക്ചറും ഹൈപ്പർ ഫൈൻ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ കിടപ്പുണ്ട്. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചറിനെ നമുക്ക് സാധാരണ സ്പെക്ട്രോമീറ്ററുകൾ ഉപയോഗിച്ച് കാണാൻ പറ്റില്ല, ഇൻ്റർഫെറോമീറ്റർ ഉപയോഗിച്ച് മാത്രമേ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയർ സ്പിന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈവൻ മാസ് നമ്പറും ഈവൻ ആറ്റോമിക് നമ്പറും ഉള്ള ടോട്ടൽ സ്പിൻ 0 ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണിക്കില്ല എങ്കിൽ നോൺ സീറോ സ്പിന്നിങ് ഉള്ളവർ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ അതിൻ്റെ സ്പെക്ട്രൽ ലൈനിൽ കാണിക്കും എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചറും എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് അടക്കം ഓർത്തിരിക്കുക. ഇനി മോളിക്യൂൾസ് ക്യാൻ ബി ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കാണാം മോളിക്യൂൾസ് ആസ് വെൽ ആസ് ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എന്ന് പറയുന്നത് ഏറ്റവും എനർജി ലെവൽ കുറഞ്ഞ ആ സ്റ്റേറ്റാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പം മോളിക്യൂൾസിനെ ഒന്നുകിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കാണാം, അല്ലെങ്കിൽ അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മുകളിലോട്ട് ഹയർ എനർജി ലെവലിലാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഹയർ എനർജി സ്റ്റേറ്റുകളിലും കാണാം. ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ വേരിയസ് എനർജി ലെവൽ ഗീവ്സ് റൈസ് ടു മോളിക്കുലാർ സ്പെക്ട്ര. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന സ്പെക്ട്ര എന്താ? ഇനി നമ്മൾ ഒപ്റ്റിക്കൽ സ്പെക്ട്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മോളിക്കുലാർ സ്പെക്ട്ര എന്താണെന്ന് പറയാൻ പോകുന്നത്. ഒപ്റ്റിക്കൽ സ്പെക്ട്രമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞത്. മോളിക്കുലാർ സ്പെക്ട്രത്തിലേക്ക് വരുമ്പോൾ മോളിക്യൂൾസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലോ എക്സൈറ്റഡ് സ്റ്റേറ്റിലോ കാണാം, അതായത് ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിലോ ഹയർ എനർജി സ്റ്റേറ്റിലോ കാണാം. ഇങ്ങനെയുള്ള വിവിധ എനർജി ലെവൽസിനിടയിലുള്ള ട്രാൻസിഷൻസിനെയാണ് നമ്മൾ മോളിക്കുലാർ സ്പെക്ട്രം ഉണ്ടാകുന്നതിന് കാരണമാകുന്നതായിട്ട് പറയുന്നത്. അതായത് ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ വേരിയസ് എനർജി ലെവൽസ് ഗീവ് റൈസ് ടു മോളിക്കുലാർ സ്പെക്ട്ര. The molecular spectra arise due to transition between allowed energy state of molecules. അപ്പോൾ അലൗഡ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ്സിന് ഇടയിലേക്ക് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസിഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് മോളിക്കുലാർ സ്പെക്ട്രം ഉണ്ടാവുന്നത് എന്ന് ഓർത്തിരിക്കുക. When a molecule undergoes a transition from higher energy state E to lower energy state E0, the difference in energy is E equal to E minus E0 is emitted in the form of radiation with the frequency E minus E0 by H. അതായത് ഒരു ഈ എനർജി ഉള്ള സ്റ്റേറ്റ് ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന്, അതായത് മുകളിലുള്ള ഒരു ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ഈ പറയുന്ന ഇലക്ട്രോൺ അല്ലെങ്കിൽ മോളിക്യൂൾ വരാൻ പോവാണ്. വെൻ എ മോളിക്യൂൾ അണ്ടർഗോ ട്രാൻസിഷൻ ഫ്രം ഹയർ എനർജി സ്റ്റേറ്റ് ഇ ടു ലോവർ എനർജി സ്റ്റേറ്റ് E0, ഇയിൽ നിന്ന് E0യിലേക്ക് ചാടുന്നു. അപ്പോൾ അവിടുത്തെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ആണ്, ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളത്. അതെന്ന് പറയുന്നത് E minus E0 ആയിരിക്കും. ആ എനർജിയാണ് നമുക്ക് റേഡിയേഷനായിട്ട് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? നിങ്ങൾ പഠിച്ചിട്ടുള്ള E ഈക്വൽ ടു എച്ച് ന്യൂ എന്നൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഇവിടുത്തെ E എന്താ? E minus E0 ആണ്. അതുകൊണ്ട് ന്യൂ ഈക്വൽ ടു E by H എന്ന് എടുക്കാമല്ലോ. ന്യൂ ഈക്വൽ ടു E by H എന്ന് എടുക്കാമല്ലോ. സോ ന്യൂ ഈക്വൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് E minus E0 by H ആയിരിക്കും ഇവിടുത്തെ കേസ് കിട്ടുക. ഫോർ ഈച്ച് അലൗഡ് ട്രാൻസിഷൻ വി ഗെറ്റ് വൺ ലൈൻ ഇൻ ദ സ്പെക്ട്രം. അപ്പോൾ ഇത്തരത്തിൽ അലൗഡ് ആയിരിക്കുന്ന ഓരോ ട്രാൻസിഷനും നമുക്കൊരു ഓരോ ലൈൻസ് കിട്ടും. എന്തിനകത്ത്? ഈ പറയുന്ന ഇപ്പോൾ പറഞ്ഞ ഈ സ്പെക്ട്രത്തിനകത്ത്. അപ്പോൾ ഓരോ അലൗഡ് സ്റ്റേറ്റിനും ഓരോ
എന്താണ് നമ്മളുടെ സ്പെക്ട്രൽ ലൈന് കിട്ടും. സിമിലർലി വി ഗെറ്റ് അബ്സോർപ്ഷൻ സ്പെക്ട്രം വെൻ എ മോളിക്യൂൾ അണ്ടർഗോസ് ട്രാൻസിഷൻ ഫ്രം ലോവർ എനർജി സ്റ്റേറ്റ് ടു ഹയർ എനർജി സ്റ്റേറ്റ്. അപ്പോൾ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നതനുസരിച്ച്, ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നതനുസരിച്ചും ഇതുപോലെ നമുക്ക് സ്പെക്ട്രം കിട്ടും, അബ്സോർപ്ഷൻ സ്പെക്ട്രം കിട്ടും. ഇപ്പം പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞതുപോലെ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ എനർജീനെ അങ്ങോട്ട് സ്വീകരിച്ചാലേ പോകാൻ പറ്റുള്ളൂ, മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. സോ അവിടെ കിട്ടുന്ന അബ്സോർപ്ഷൻ സ്പെക്ട്രമാണ്, മറ്റേത് എമിഷൻ സ്പെക്ട്രമാണ്. ഇതാണ് മോളിക്കുലാർ സ്പെക്ട്രത്തിൻ്റെ ബേസിക് ആയിട്ട് പറയുന്നത്. ഇനി മോളിക്കുലാർ സ്പെക്ട്രത്തിൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മോളിക്കുലാർ സ്പെക്ട്രം ഈസ് എ ബാൻഡ് സ്പെക്ട്രം. എ ബാൻഡ് സ്പെക്ട്രം കൺസിസ്റ്റ് അല്ലെങ്കിൽ എ ബാൻഡ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ലൈൻസ്. മോളിക്കുലാർ സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു ബാൻഡ് സ്പെക്ട്രം ആണെന്നുള്ളത് ഓർത്തിരിക്കുക. മോളിക്കുലാർ സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു ബാൻഡ് സ്പെക്ട്രമാണ്. എ ബാൻഡ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ലൈൻസ്. ഒരുപാട് ലൈനുകൾ ചേരുന്നതാണ് ഒരു ബാൻഡ് എന്ന് പറയുന്നത്. ഓരോ ലൈൻസ് സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടല്ലോ, അതുപോലെ ഒരുപാടെണ്ണം ചേർന്നിട്ടാണ് ബാൻഡ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു ബാൻഡ് സ്പെക്ട്രമാണ് മോളിക്കുലാർ സ്പെക്ട്രം. വിച്ച് ഹാസ് എ ഷാർപ്പ് ഇൻറ്റൻസ് എഡ്ജ് ഓൺ വൺ സൈഡ് കോൾഡ് ബാൻഡ് ഹെഡ്. അപ്പോൾ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ബാൻഡ് ഹെഡ് എന്ന് വിളിക്കുന്നത്. ആ ബാൻഡിന് ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഉണ്ട്, അതാണ് ബാൻഡ് ഹെഡ്. ആൻഡ് ഗ്രാജുവലി ഡിക്രീസ് ഇറ്റ്സ് ഇൻറ്റൻസിറ്റി ടുവേഴ്സ് അതർ സൈഡ്. മറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആ ബാൻഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരികയും ഒരു സൈഡിൽ മാറ്റം ഇൻറ്റൻസ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ആ ഇൻറ്റൻസ് ആയിട്ടുള്ളതിനാണ് ബാൻഡ് ഹെഡ് എന്ന് വിളിക്കുന്നത്. മോർ ഓവർ, ഗോയിങ് അവേ ഫ്രം ദ ബാൻഡ് ഹെഡ് ദ ലൈൻ ബിക്കം മോർ വൈഡ്ലി സ്പേസ്ഡ് ആൻഡ് ഓൾസോ വീക്കർ ഇൻ ഇൻറ്റൻസിറ്റി. അപ്പം എങ്ങനെയാണ് ബാൻഡ് ഹെഡിൽ നിന്ന് പോകും തോറും സ്പെക്ട്രൽ ലൈൻസ് തമ്മിലുള്ള സ്പേസിങ് കൂടുതലായിരിക്കും, അതുപോലെ ഇൻറ്റൻസിറ്റി വീക്കർ ആയിക്കൊണ്ടിരിക്കും. ഇനി ഇൻ സം മോളിക്കുലാർ സ്പെക്ട്രം ദർ ഈസ് എ റെഗുലർ സീക്വൻസ് ഇൻ വിച്ച് സെവറൽ ബാൻഡ്സ് ഫോളോ വൺ അനദർ ആൻഡ് ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗ്രൂപ്പ് ഓഫ് ബാൻഡ്സ്. ദിസ് ഡിഫറൻറ്റ് ഗ്രൂപ്പ് ഓഫ് ബാൻഡ്സ് ആർ ക്വൈറ്റ് ക്ലോസ് ആൻഡ് ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദെയർ റെഗുലർ അറേഞ്ച്മെൻറ്റ് ഫ്രം ബാൻഡ് സിസ്റ്റം. അപ്പോൾ ചില മോളിക്കുലാർ സ്പെക്ട്രത്തിൽ ഒരു റെഗുലർ സീക്വൻസ് ഫോളോ ചെയ്യും, സെവറൽ ബാൻഡ്സ് ഒരേ സീക്വൻസ് ഫോളോ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരേ പാറ്റേണിൽ പോകുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ബാൻഡ്സ് ഫോം ചെയ്യാറുണ്ട്. ദിസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ബാൻഡ്സ് ആർ ക്വൈറ്റ് ക്ലോസ്, അവർ അടുത്തടുത്തിരിക്കും. ആൻഡ് ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദെയർ റെഗുലർ അറേഞ്ച്മെൻറ്റ് ഫ്രം എ ബാൻഡ് സിസ്റ്റം. ഇപ്പോൾ റെഗുലർ അറേഞ്ച്മെൻറ്റ് കാരണം അവർ ക്ലോസ് ആയിട്ടും ഇരിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മോളിക്കുലാർ സ്പെക്ട്രത്തിൻ്റെ ബാൻഡ് സ്പെക്ട്രമായിട്ടാണ് കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. എന്താണ് ബാൻഡ് സ്പെക്ട്രം എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ബാൻഡ് ഹെഡിൽ നിന്ന് വരുമ്പോൾ ഉള്ള വേരിയേഷനും മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ എന്താ? എ മോളിക്യൂൾ മേ പൊസസ് റൊട്ടേഷണൽ എനർജി ബൈ വെർച്യൂ ഓഫ് ബോഡ്ലി റൊട്ടേഷൻ അബൌട്ട് ഇറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു എല്ലാ വസ്തുക്കൾക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ ആധാരമാക്കിക്കൊണ്ട് ആ മോളിക്യൂൾസിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എ മോളിക്യൂൾ മേ പൊസസ് റൊട്ടേഷണൽ എനർജി ബൈ വെച്ച് ഓഫ് ബോഡ്ലി റൊട്ടേഷൻ അബൌട്ട് ഇറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് റൊട്ടേഷൻ നടക്കുന്നത്. ദിസ് റൊട്ടേഷണൽ എനർജി പൊസസ്ഡ് ബൈ ദ മോളിക്യൂൾ ഈസ് ക്വാണ്ടൈസ്ഡ്. ഈ റൊട്ടേഷണൽ എനർജി എന്തായിരിക്കും? ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. മോളിക്യൂൾ ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ദ മോളിക്യൂൾ ക്യാൻ എക്സിസ്റ്റ് ഇൻ വേരിയസ് റൊട്ടേഷണൽ എനർജി ലെവൽ ആൻഡ് ക്യാൻ മൂവ് ഫ്രം വൺ ലെവൽ ടു അനദർ ബൈ എ സഡൻ ജമ്പ് ഇൻവോൾവിംഗ് ഫൈൻ എമൗണ്ട് ഓഫ് എനർജി. ദ മോളിക്യൂൾ ക്യാൻ എക്സിറ്റ് ഇൻ വേരിയസ് റൊട്ടേഷണൽ എനർജി. അപ്പം റൊട്ടേഷണൽ സ്പെക്ട്രത്തിലേക്ക് വരുമ്പോൾ റൊട്ടേഷണൽ എനർജി പലതുണ്ട്. പല റൊട്ടേഷണൽ എനർജി പൊസസ് ചെയ്യാമെന്ന് പറഞ്ഞു, അത് ക്വാണ്ടൈസ്ഡ് ആണെന്നും പറഞ്ഞു. അങ്ങനെ മോളിക്യൂളിന് വേരിയസ് റൊട്ടേഷണൽ എനർജി ലെവൽസിൽ ഇരിക്കാൻ പറ്റും. അതുപോലെ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഒരു സഡൻ ജമ്പോടുകൂടി ഈ പറയുന്ന രീതിയിൽ ഇതിന് മാറാൻ പറ്റും. ഇപ്പോൾ റൊട്ടേഷണൽ എനർജി ലെവലിൽ നിന്ന് ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്കും ഇതിന് മാറാൻ പറ്റും. അപ്പോൾ കൺസിഡർ 2 റൊട്ടേഷൻ എനർജി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ റൊട്ടേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. 2 റൊട്ടേഷൻ എനർജി കൺസിഡർ ചെയ്യുക. E1 E2 മോളിക്യൂളിൻ്റെ കേസിലുള്ള E1 E2 2 റൊട്ടേഷൻ എനർജി കൺസിഡർ ചെയ്യുന്നു. ട്രാൻസിഷൻസ് ക്യാൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ ലെവൽസ് E1 ആൻഡ് E2 പ്രൊവൈഡ് ദ അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് എനർജി. E1ൽ നിന്ന് E2ലേക്കുള്ള എനർജി ഡെൽറ്റ ഇ എന്നുള്ളത് കാണിച്ചു. E1 മൈനസ് E2 എന്ന് എടുത്തു. ഇത് ക്യാൻ ബി എയ്തർ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ബൈ ദ മോളിക്യൂൾ. അപ്പോൾ ഈ ഒരു വിവിധ റൊട്ടേഷണൽ എനർജി ലെവലിലുള്ള ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ അബ്സോർബ് ചെയ്തോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്തോ നമുക്ക് കാണാൻ പറ്റും. മാക്സ് പ്ലാങ്ക് സജസ്റ്റ് ദാറ്റ് സച്ച് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് പ്രോസസ് ക്യാൻ ടേക്ക് ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആൻഡ് ദ ഫ്രീക്വൻസി ഹാസ് ദ സിമ്പിൾ ഫോം. നേരത്തെ അതേപോലെ തന്നെയല്ലേ, അതായത് റൊട്ടേഷണൽ സ്പെക്ട്രത്തിനകത്തും നമ്മൾ ഈ പറയുന്ന എനർജി ലെവൽസിൽ ഡിഫറൻസ് ഉള്ള ആ എനർജി എന്ന് പറയുന്നത് അബ്സോർബനോ എമിഷനോ നടന്നുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനായിട്ട് പുറത്തേക്ക് വരാം. അപ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി എങ്ങനെ എടുക്കാൻ പറ്റും? E ഈക്വൽ ടു H ന്യൂ എന്നുള്ള ഇക്വേഷൻ പോലെ തന്നെ ന്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് ഹെർട്സ് എന്ന് എടുക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ പ്ലാങ്കിൻ്റെ ക്വാണ്ടം കൺസെപ്റ്റിനകത്തൊക്കെ വരുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എനർജി എന്ന് പറയുന്നത് H ന്യൂ.
ജൂൾസ് എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. വേറെ എച്ച് എന്ന് പറയുന്നത് എന്താ, യൂണിവേഴ്സൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, ന്യൂ ഫ്രീക്വൻസി ആണ്. ഇതെല്ലാം മുൻപത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഈസ് ദാറ്റ് വി ടേക്ക് മോളിക്യൂൾസ് ഇൻ സ്റ്റേറ്റ് 1 ഓൺ ടു എ ബീം ഓഫ് റേഡിയേഷൻ of a single frequency nu force, the energy will be absorbed from the beam and the molecule will jump to state 2. അതൊരു റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ, ഈ പറയുന്ന ഒരു മോളിക്യൂളിൽ റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ആ റേഡിയേഷനിൽ നിന്ന് എനർജി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഒന്നാമത്തെ സ്റ്റേറ്റിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് ഇതിന് ചെല്ലാൻ പറ്റും, അല്ലെങ്കിൽ ജമ്പ് ചെയ്ത് ചെല്ലാൻ പറ്റും. A detector placed to collect the radiation after its interaction with the molecule will show that its intensity has decreased. അപ്പോൾ ആ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ റേഡിയേഷൻ ഇൻട്രാക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന റേഡിയേഷൻ ഒരു ഡിറ്റക്ടറിലൂടെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇഫ് യു യൂസ് ബീം കണ്ടെയ്നിങ് എ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി, ദ ഡിറ്റക്ടർ വിൽ ഷോ ദാറ്റ് ദ എനർജി ഹാസ് ബീൻ അബ്സോർബ്ഡ് ഫ്രം ഓൺലി ദാറ്റ് ഫ്രീക്വൻസി. അതായത് വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഉള്ള ഒരു ബീമാണ് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള ഫ്രീക്വൻസിനെ മാത്രമേ അവിടെ അബ്സോർബ് ചെയ്തിട്ടുള്ളൂ അതിൽ വീണപ്പോൾ. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് നമ്മൾ ഡെൽറ്റ ഇ ബൈ എച്ച് എന്ന് പറയുന്ന ആ ഫ്രീക്വൻസി മാത്രമേ അവിടെ അബ്സോർബ് ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റും ഡിറ്റക്ടറിൽ വെച്ച് നോക്കുമ്പോൾ. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഈ പറയുന്ന റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ അല്ലെങ്കിൽ ഈ റൊട്ടേഷൻ്റെ പല എനർജി ലെവൽസിലുള്ള ട്രാൻസിഷൻ നടന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഡിറ്റക്ടർ ഉപയോഗിച്ച് ആ റേഡിയേഷനെ വീണ്ടും നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ളത് ഈ പറയുന്ന രീതിയിൽ അവിടെ അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് ആ ഇൻറ്റൻസിറ്റി കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ഓൾ അതർ ഫ്രീക്വൻസീസ് വിൽ ബി അൺഡിമിനിഷ്ഡ്. ബാക്കിയെല്ലാം അത് അങ്ങനെ തന്നെ നിൽക്കും, അതിന് ഡിമിനിഷ് ചെയ്ത് പോകത്തില്ല, അൺഡിമിനിഷ്ഡ് ആയിട്ട് നിൽക്കും ഇൻ ഇൻറ്റൻസിറ്റി. ഇൻ ദിസ് വേ വി ഹാവ് പ്രൊഡ്യൂസ്ഡ് എ സ്പെക്ട്രം ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. അപ്പോൾ ഈ കേസിൽ നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രം കിട്ടും. അതായത് ഒരു റേഡിയേഷൻ വന്ന് വീണപ്പോൾ ഒരു എനർജി ലെവലിൽ നിന്ന് അടുത്ത എനർജി ലെവലിലേക്ക് ഇത് ജമ്പ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഈ റേഡിയേഷനിൽ നിന്ന് കുറച്ച് പോർഷനിലെ എനർജി അബ്സോർവ് ചെയ്തു, ആ ന്യൂ ഫ്രീക്വൻസിയുള്ള പോർഷനിലെ എനർജി അബ്സോർവ് ചെയ്തു. അങ്ങനെ നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രം കിട്ടും. ഇനി നേരെ തിരിച്ചാണെങ്കിലോ എമിഷൻ സ്പെക്ട്രം വരാം. എങ്ങനെയാണ്? ഈ പറയുന്ന മോളിക്യൂൾ സ്റ്റേറ്റ് 2-ലിരിക്കുകയാണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ സ്റ്റേറ്റിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1ഉം 2ഉം സ്റ്റേറ്റുകളുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റിലാണ് ഇപ്പോൾ മോളിക്യൂൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അത് തിരിച്ച് സ്റ്റേറ്റ് 1-ലേക്ക് പോവാം. അത് എങ്ങനെയായിരിക്കും പോകാൻ പറ്റുക? ഒരു റേഡിയേഷൻ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നുകൊണ്ടായിരിക്കും പോകുന്നത്, എമിഷൻ ഓഫ് റേഡിയേഷൻ വഴിയായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ ഡിറ്റക്ടർ വെച്ചിട്ട് ഈ റേഡിയേഷനെ നോക്കിക്കഴിഞ്ഞാൽ എ ഡിറ്റക്ടർ വുഡ് ഷോ ദിസ് റേഡിയേഷൻ ടു ഹാവ് ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ എച്ച്. അപ്പോൾ ഇവർക്കിടയിലുള്ള ഡെൽറ്റ ഇ എന്ന് പറയുന്ന എനർജി തന്നെ ആയിരിക്കും നമുക്കവിടെ കാണാൻ പറ്റുന്ന ഫ്രീക്വൻസിയിൽ. ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന ഫ്രീക്വൻസി നമുക്കവിടെ കാണാൻ പറ്റും. എമിഷൻ സ്പെക്ട്രം നിങ്ങൾക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇനി ദ സ്പെക്ട്ര സോ ഒബ്റ്റൈൻഡ് ഈസ് ദ റീജിയൻ എക്സ്റ്റെൻഡഡ് ഫ്രം 3 × 10⁻⁻⁴ to 3 × 10⁻⁻12 ഹെർട്സ്. അതായത് 1 സെൻറ്റിമീറ്ററിനും 100 മൈക്രോമീറ്ററിനും ഇടയിലായിരിക്കും നമുക്ക് ആ സ്പെക്ട്രം കിട്ടുക. ദിസ് ഈസ് ദ മൈക്രോവേവ് റീജിയൻ. ഇതിനെയാണ് നമ്മൾ മൈക്രോവേവ് റീജിയൻ എന്ന് പറയുന്നത്. സോ ഫോർ ദ മൈക്രോസ്കോപ്പിക്സ് ദ മൈക്രോവേവ് റീജിയൻ ഈസ് കൺസേൺഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് റൊട്ടേഷൻ മോളിക്യൂൾസ് ആൻഡ് ഈസ് കോൾഡ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. അപ്പം മൈക്രോവേവ് റീജിയനിൽ കിട്ടുന്ന ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ എനർജി ചേഞ്ച് ഇൻവോൾവ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് മോളിക്യൂൾ ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 100 ജൂൾസ് പെർ മോൾ. അവിടുത്തെ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്ന 100 ജൂൾസ് പെർ മോൾ ആയിരിക്കും എന്നുകൂടി അവിടെ ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് വി ടേക്ക് ദ ഡൈലക്ട്രിക്സ് ആർ ഓഫ് 2 ടൈപ്പ്, നെയിംലി നോൺ പോളാർ ആൻഡ് പോളാർ. അപ്പം ഈ റൊട്ടേഷണൽ സ്പെക്ട്രത്തിൻ്റെ കാരണമാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ രണ്ട് രീതിയിലുള്ള ഡൈലക്ട്രിക്സിനെ കുറിച്ച് +2 പഠിക്കുന്നുണ്ട്. പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും, അല്ലെങ്കിൽ പോളാർ ഡൈലക്ട്രിക്കും നോൺ പോളാർ ഡൈലക്ട്രിക് എന്ന് പറയുന്ന 2 ഡൈലക്ട്രിക്സുകൾ പഠിക്കുന്നുണ്ട്. പോളാർ ഡൈലക്ട്രിക്സ് എന്ന് പറയുന്നത് വാട്ടർ, ആൽക്കഹോൾ, CO2, NH3, HCl പോലുള്ള സാധനങ്ങളാണ്. പോളാർ മോളിക്യൂൾസ് ആണ് അവർ. ഈ പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ പ്രത്യേകത ഈ സെൻറ്റൻസ് ആണ്. ഇൻ എ പോളാർ മോളിക്യൂൾ ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഡസ് നോട്ട് കോയിൻസൈഡ് വിത്ത് ദ സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ പോളാർ മോളിക്യൂൾ പൊളാരിറ്റി ഉണ്ട്. പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിലെ പോസിറ്റീവ് നെഗറ്റീവ്, ആ മോളിക്യൂളിലെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് രണ്ടും 2 സ്ഥലത്തായിട്ടായിരിക്കും ഇരിക്കുന്നത്. നോൺ പോളാർ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്താ പറയുക? പോസിറ്റീവ് നെഗറ്റീവ് ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. അതാണ് നോൺ പോളാർ മോളിക്യൂൾസ്. അപ്പോൾ പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഡസ് നോട്ട് കോയിൻസൈഡ് വിത്ത് ദ സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജ് എന്നുള്ളതാണ് ഓർത്തിരിക്കുക. ഇൻ ഈച്ച് മോളിക്യൂൾസ് ഹാസ് നോൺ സീറോ ഡൈപോൾ മൊമെൻറ്റ്. അപ്പം ഈച്ച് മോളിക്യൂൾസ്, ഈ ഓരോ മോളിക്യൂൾസിനും നോൺ സീറോ ഡൈപോൾ മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും. പോളാർ മോളിക്യൂൾസിന് നോൺ സീറോ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും.
നൗ കൺസിഡർ ദ പ്യുവർ റൊട്ടേഷൻ ഓഫ് പോളാർ മോളിക്യൂൾസിൻ്റെ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് പോസിറ്റീവും നെഗറ്റീവും ഒന്നിച്ചല്ല, അവരുടെ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുക. പ്യുവർ റൊട്ടേഷൻ മീൻസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ മോളിക്യൂൾ ഡസ് നോട്ട് മൂവ്. പ്യുവർ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഡ്യൂറിങ് റൊട്ടേഷൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ചേഞ്ച് ദെയർ പ്ലേസ് പീരിയോഡിക്കലി. ഇപ്പോൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അതിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് പീരിയോഡിക്കലായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ഒരു റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ അതിൻ്റെ പ്ലേസസ് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് സിമിലർ ടു എ ഫ്ലക്ച്വേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. പോസിറ്റീവ് നെഗറ്റീവ് മാറുക എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതിന് എക്സാമ്പിൾ, അല്ലെങ്കിൽ അതിന് സിമിലറാണ്. ഫ്ലക്ച്വേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് റേഡിയേഷൻ സിമിലറാണ്. ഹിയർ ഫ്ലക്ച്വേഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് ടേക്ക് പ്ലേസ്. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ റേഡിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫ്ലക്ച്വേഷൻ പോലെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഫ്ലക്ച്വേഷനാണ് ഇവിടെ ഉണ്ടാകുന്നത്. റെഗുലർ ഫ്ലക്ച്വേഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് റിസൾട്ട് ഇൻ ഇൻട്രാക്ഷൻ ഇൻ വിച്ച് എനർജി ക്യാൻ ബി അബ്സോർബ്ഡ് ഓർ എമിറ്റഡ്. അപ്പം ഈ പറയുന്ന റെഗുലർ ഫ്ലക്ച്വേഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്തിന് കാരണമാവും? ഇൻട്രാക്ഷൻ ഇൻ വിച്ച് ദ എനർജി ക്യാൻ അബ്സോർബ്ഡ് ഓർ എമിറ്റർ. ആ ഒരു എനർജിയുടെ അബ്സോർബ് ചെയ്യുന്നോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന ആ എനർജിയുടെ ഇൻട്രാക്ഷന് കാരണമാകുന്നത് ഈ ഫ്ലക്ച്വേറ്റിംഗ് ഡൈപോൾ മൊമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ദിസ് ഗീവ് റൈസ് ടു എ സ്പെക്ട്രം. അപ്പോൾ ഈ ഫ്ലക്ച്വേറ്റിംഗ് ഒരു പോളാർ മോളിക്യൂളിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നിച്ചിരിക്കാത്തത് കൊണ്ട് അവർക്കൊരു റൊട്ടേഷൻ സംഭവിക്കുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും ആൾട്ടർനേറ്റീവ് ആയിട്ട് അതിൻ്റെ പ്ലേസ് മാറ്റിക്കൊണ്ടിരിക്കും. അത് റെഗുലർ ഫ്ലക്ച്വേഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റിന് കാരണമാകും. അങ്ങനെ ഉണ്ടാകുന്നത് എനർജി അബ്സോർവ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യും. ഇങ്ങനെ നമുക്ക് സ്പെക്ട്രം കിട്ടും. അങ്ങനെയുള്ള സ്പെക്ട്രമാണ് നമ്മൾ റൊട്ടേഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. റൊട്ടേഷൻ സ്പെക്ട്രം എങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. പോളാർ മോളിക്യൂൾസിൻ്റെ റൊട്ടേഷൻ കാരണമാണ്, അവിടുത്തെ ഫ്ലക്ച്വേറ്റിംഗ് ഡൈപോൾ മൊമെൻറ്റ് കാരണമാണ്. ദാസ് ഫ്രീക്വൻസി ഓഫ് ദ സ്പെക്ട്രം കറസ്പോണ്ട് ടു മൈക്രോവേവ് റീജിയൻ. അപ്പോൾ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മൈക്രോവേവ് റീജിയനിൽ കറസ്പോണ്ടിങ് ആണെന്ന് ഓർത്തിരിക്കുക. ദാസ് ഓൾ മോളിക്യൂൾസ് ഹാവിങ് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ആർ സെഡ് ടു ബി മൈക്രോവേവ് ആക്റ്റീവ്. അപ്പോൾ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റുള്ള എല്ലാ ആൾക്കാരും എന്താണ്? മൈക്രോവേവ് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ നൽകിയ H2O മോളിക്യൂൾസ്, CO2 മോളിക്യൂൾസ്, ആൽക്കഹോൾ, NH3, അമോണിയ, HCl ഇവരെല്ലാം ഈ പറയുന്ന മൈക്രോവേവ് ആക്റ്റീവാണ്. ഓൺ ദ അതർ ഹാൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് വിച്ച് ഡു നോട്ട് ഹാവ് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്, നോ ഇൻട്രാക്ഷൻ ടേക്ക് പ്ലേസ് ആൻഡ് നോ സ്പെക്ട്രം. അപ്പോൾ നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇല്ല, അവിടെ ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ ഫലമായിട്ട് അവിടെ സ്പെക്ട്രവും ഉണ്ടാവില്ല. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? നോൺ പോളാർ മോളിക്യൂൾസ് ആർ സെഡ് ടു ബി മൈക്രോവേവ് ഇനാക്റ്റീവ്. നോൺ പോളാർ മോളിക്യൂൾസ് മൈക്രോവേവ് ഇനാക്റ്റീവ് ആണെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞു. ഏതിൻ്റെയൊക്കെ? റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയുടെ കാര്യം. ഇനി നമുക്ക് രാമൻ സ്പെക്ട്രോസ്കോപ്പിയും കാര്യങ്ങളും എല്ലാം പഠിക്കാനുണ്ട്, അതുപോലെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയൊക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്, വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ചില റൂൾസും സെലക്ഷൻ റൂൾസും അതുപോലെ തന്നെ ഫൈൻ സ്ട്രക്ചർ എന്താണ്, അങ്ങനത്തെ കുറേ ടേമുകളും ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതി ഉത്തരവാകും. ഇവിടുത്തെ ആ എനർജി ചേഞ്ച് ആണ്, ഒന്നെങ്കിൽ എമിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യുന്നു റേഡിയേഷൻ. അങ്ങനെ കിട്ടുന്ന സ്പെക്ട്രം നമുക്ക് ബാൻഡ് പോലെ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുക. സോ റിപ്പീറ്റഡ് ആയിട്ട് ഇത് കേട്ടോ അല്ലെങ്കിൽ വായിച്ചൊക്കെ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് കേട്ട് നോക്കുക, ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോവുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും കാണാം.